പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നവംബർ 15 വെള്ളിയാഴ്ച. നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. നമ്മൾ 2 ദിവസമായിട്ടില്ലായിരുന്നല്ലേ? നമ്മളല്ല, അഖില. അതെ, ഞാനില്ലായിരുന്നു 2 ദിവസമായിട്ട്. അതെ, ഡെയിലി ഉള്ള ഒരാളാണ് ഞാൻ. 2 ദിവസമായിട്ടില്ലായിരുന്നു. അപ്പോ തുടങ്ങാം. തുടങ്ങാം. പിന്നെന്താണ് പ്രധാന വാർത്ത? നമ്മുടെ ശബരിമല, വയനാട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ. പിന്നെ നമ്മുടെ ആത്മകഥ, EP ജയരാജന്റെ ആത്മകഥ. എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ്. അതാണ്. ആദ്യം നമുക്ക് നമ്മുടെ വയനാട്ടിലേക്ക് പോവാം. അതെ, നമ്മുടെ പ്രതീക്ഷ ജലരേഖ. വയനാടിന്റെ നഷ്ടം ദേശീയ ദുരന്തമല്ല. അതായത് വയനാടിന്റെ നഷ്ടം ദേശീയ ദുരന്തമല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. അതായത് കേരളം 1500 കോടി രൂപ ധനസഹായമായിട്ട് ചോദിച്ചു. പക്ഷേ കേന്ദ്രം കൈമലർത്തി കാണിക്കുകയാണ്. അതായത് 394 കോടി നമ്മൾ ചോദിച്ച പൈസ തന്നില്ല. അപ്പോൾ കേന്ദ്രം നമ്മളെ കൈവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ദേശീയ ദുരന്തമല്ല എന്നും പറയും. നമ്മൾ അന്ന് മുതലേ പറയുന്നതാണ് കേരളത്തെ, അതായത് വയനാടിന്റെ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. പക്ഷേ ദേശീയ ദുരന്തം അല്ല എന്നാണ് പറയുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്കുള്ള സഹായ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും ഉരുണ്ടുകളിക്കുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ടെന്ന് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയതെന്നും വിവരമുണ്ട്. 2024 ഏപ്രിൽ 1 വരെ 394 കോടി രൂപ STRF-ൽ ബാക്കിയുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു. അതായത് നിലവിലെ ചട്ടങ്ങൾ പ്രകാരമാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറയുന്നത്. നിലവിലെ ചട്ടങ്ങൾ പ്രകാരമാണ് നമ്മുടെ കേരളത്തിന്റെ ഈ വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ലാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണ്. അപ്പൊ കേരളത്തിന്റെ പക്കൽ അതിനാവശ്യമായിട്ടുള്ള പണം ഉണ്ടെന്നും ഈ കത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞേക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ. വയനാട് ഉരുൾപൊട്ടലിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആഗസ്റ്റ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. ആ കത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ട കത്തിലൂടെ മാത്രമല്ല, നേരിട്ട് കണ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേക സഹായമായി 1500 കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി 3 മാസം കഴിഞ്ഞു. ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് കേന്ദ്രത്തിൻ്റെത്. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും. അതെ, നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ അവിടെ എല്ലാം വന്ന് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതാണ്. അദ്ദേഹം അത്ര തീവ്രമായി അതിനെ കണ്ടതും അറിഞ്ഞതും ആളാണ്. കാരണം അന്ന് വന്നപ്പോഴും പറഞ്ഞത്, ഞാൻ കേരളത്തിനൊപ്പം നിൽക്കും, കേരളത്തിന് ഒപ്പം ഉണ്ടായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ. സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം ഞാൻ ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ കേരളത്തിന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അന്ന് വന്നപ്പം പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അപ്പം ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. പോരാത്തതിന് നേരിട്ട് ചെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണ്ടത്, അതായത് വയനാടിനെ പുനർനിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരുപാട് ആളുകളുടെ കുടുംബങ്ങള്, അവരുടെ വീട്, അവരുടെ സ്വത്തുവകകള്, അത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു, അത് മൊത്തത്തിൽ പോയി അല്ലേ. പിന്നെ മാത്രമല്ല, കാർഷിക മേഖലയിൽ പല നഷ്ടങ്ങൾ, കാർഷിക മേഖലയിൽ നമുക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്.
അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഒന്നേ ഇന്ന് തുടങ്ങി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫണ്ട് വേണം. ആ ഫണ്ട് നമ്മൾ ചോദിച്ചു 1500 കോടി രൂപയാണ് ചോദിച്ചത്. പക്ഷേ 1500 കോടി തരാതെ 394 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഗുജറാത്തിലൊക്കെ പ്രളയം വന്നപ്പം അദ്ദേഹം അവിടെ സഹായം ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് പോലും കേരളത്തിനോട് അദ്ദേഹം അവഗണനയാണ് കാട്ടിയത്. ഇപ്പൊ വീണ്ടും കേരളത്തിനോട് അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കുന്ന പോലെയല്ലേ ആ ഒരു ജനതയോടാണ് അദ്ദേഹം ഈ ഒരു നീചമായ പ്രവൃത്തി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ദേശീയ ദുരന്തം എന്നൊരു വിഭാഗമില്ല. അതിനെ വളച്ചൊടിച്ച് കേന്ദ്ര സർക്കാർ വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമാക്കില്ലെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത്. അതുപോലെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റേത് ശരിയായ നിലപാടല്ല. ചൂരൽമലയിൽ ഉണ്ടായത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഉന്നയിച്ചതാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് ശരിയല്ലെന്നാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് പറയുന്നത്. അതുപോലെ ഇതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പം യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം ഇതിന് ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അദ്ദേഹം എതിർപ്പ് കൊണ്ടുവരുന്നത്. BJP ഭരിക്കുന്നിടത്ത് മാത്രമേ സഹായം നൽകുകയുള്ളൂ എന്ന കേന്ദ്രത്തിന്റെ സമീപനം തെറ്റാണ്. ശരിയാണ്, കാരണം കേരളത്തിൽ BJP അല്ല ഭരണം നടത്തുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം കേരളത്തിനെ ഇങ്ങനെ അവഗണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു സംസ്ഥാനത്തെ മാത്രം ഇങ്ങനെ തഴയേണ്ട ആവശ്യകത ഇല്ല. എന്തിനാണ് അങ്ങനെ? കാരണം കേരളത്തില് BJPയുടെ ചീട്ട് അല്ലെങ്കിൽ തുറക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് അവർ പലതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ അത് നടപ്പാകില്ല എന്ന് കണ്ടപ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ തളർത്തി കളഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്നാൽ നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു ഭരണം ഇവിടെ കൊണ്ടുവന്ന് നോക്കട്ടെ, പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ വേറൊരു സർക്കാരിന്റെ ഭരണം വേണ്ട, പുതിയൊരു സർക്കാരിന്റെ ഭരണം കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ഇങ്ങനെ അവഗണിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. കാരണം നമ്മൾ അത്ര തീവ്രമായ ഒരു ഇതിലൂടെ നമ്മൾ കടന്നു പോയതാണ് വയനാടിന്റെ. ആ ഒരു ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടായ ഒരവസ്ഥ. സ്കൂളുകള്, അതുപോലെ വീടുകള്, റിസോർട്ടുകള്, കൃഷിയിടങ്ങള്, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നതാണ്. അത് അത്ര അടുത്ത് കണ്ട വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി. എന്നിട്ട് കൂടിയാണ് അദ്ദേഹം നമ്മളെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിന്റെ നിലപാട് ശരിയല്ല, ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വാർത്ത. അടുത്ത നമ്മുടെ മണ്ഡലകാലമാണ്. ഇന്ന് വെള്ളിയാഴ്ച, നാളെയാണ് നമ്മുടെ 1-ാം തീയതി. വൃശ്ചികം 1 നാളെയാണ്. എന്തല്ലേ ഇത് പെട്ടെന്നാണ്. ഇതിപ്പം നവംബർ 15 ഒരു അടുത്ത മാസം കൂടെ കഴിഞ്ഞാല് 2024 തീരും. പുതിയ വർഷമാകുകയാണ്. എന്നാ സ്പീഡിലാ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ. സ്പീഡ് എന്ന് വെച്ചാൽ അന്യായ സ്പീഡിലാ പോണേ അല്ലേ. പെട്ടെന്ന് തീരുന്ന പോലൊരു ഫീല്. കൂടി വരികയാണെന്നും ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നാളെയാണ് നമ്മുടെ മണ്ഡലകാല ആരംഭം. അപ്പം ശബരിമല നട ഇന്ന് തുറന്നിട്ടുണ്ട്. ശബരിമല അയ്യപ്പ ഭക്തരെ വരവേൽക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുന്നത്. മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് കണ്ഠര് രാജീവരുടെയും മകൻ കണ്ഠര് ബ്രഹ്മദത്തന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി VN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി തെളിയിക്കും. ഇരുമുടിക്കെട്ടുമായി 18-ാം പടിക്ക് സമീപം തിരുമുറ്റത്ത് കാത്തു നിൽക്കുന്ന നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയെയും കൈപിടിച്ച് 18-ാം പടിയുടെ സോപാനത്തേക്ക് ആനയിക്കും. ഇപ്പം നമ്മുടെ പുതിയ തന്ത്രിമാരെ ആനയിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം വൈകിട്ട് 5-നാണ് നട തുറക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബരിമലയിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരവണയിലും 20 രൂപ എന്തോ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ വെർച്വൽ ക്യൂ വഴി 70,000 പേർക്ക് ദർശനമുണ്ട്, 80,000 പേർക്ക് ദിവസമുണ്ട്. പിന്നെ 18 മണിക്കൂറാണ് ദർശന സമയമാക്കിയിരിക്കുന്ന ഒരു ദിവസം. പിന്നെ അധികം തിരക്ക് കൂടുകയാണെങ്കിൽ ദർശന സമയം നീട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കുടിവെള്ളമൊക്കെ ആണെങ്കിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ പമ്പയിൽ നിലയ്ക്കലും ഒക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ നിന്നും നിലയ്ക്കലിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾക്കൊക്കെ അനുമതിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബസ്സുകളൊക്കെ ഉണ്ട്. അതായത് കട്ടപ്പുറം ബസ്സുകൾ വേണ്ട. ഹൈക്കോടതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ശബരിമല സർവീസിന് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ്സുകളും ശബരിമല സർവീസിന് ഉപയോഗിക്കേണ്ടതാണ് ഹൈക്കോടതി പറയുന്നത്. സുരക്ഷിതത്വം ഉറപ്പാക്കാൻ CCTV നിരീക്ഷണം വേണം. കോടതി നിർദ്ദേശങ്ങൾ KSRTC പാലിക്കുന്നുണ്ടെന്ന് ഗതാഗത വകുപ്പ് കമ്മീഷണർ ഉറപ്പുവരുത്തണം. ശബരിമല നട ഇന്ന് തുറക്കാനിരിക്കെയാണ് ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. തീർത്ഥാടകരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അലംഭാവമുണ്ടായാൽ കർശന നടപടിയുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം കാലാവധി കഴിഞ്ഞതുൾപ്പെടെയുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ശബരിമല തീർത്ഥാടകരുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ കേരള കൗമുദിയാണ് അവരുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇത് വന്നേക്കുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം അവർ നേരത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വാർത്ത, ശരണയാത്രയ്ക്ക് കട്ടപ്പുറം ബസ്സുകളെന്നും പറഞ്ഞ് നമ്മളത് വായിച്ചായിരുന്നു, നമ്മളതിവിടെ പറയുകയും ചെയ്ത. അപ്പം അവരുടെ ആ വാർത്തയെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ഇപ്പോൾ കട്ടപ്പുറം ബസ്സുകളൊന്നും വേണ്ട, നല്ല ഫിറ്റ്നസ് ഉള്ള ബസ്സുകൾ മാത്രം മതി എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നാളെ മുതൽ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായിട്ട് വൻ ജനാവലിയായിരിക്കും വരാൻ പോകുന്നത്. ബസ്സുകളിലൊക്കെ എന്നാ തിരക്കായിരിക്കും, ട്രെയിനിലൊന്നും നിന്ന് തിരിയാൻ നേരം കാണത്തില്ല, അമ്മാതിരി തിരക്കായിരിക്കും അല്ലേ. നമുക്കൊന്നും പോകാൻ പറ്റില്ല, പാവം ഞങ്ങള്. അതെ, നിങ്ങളൊക്കെ പോയ ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക അല്ലേ. ആരെങ്കിലും പോയി അരവണയൊക്കെ കൊണ്ടുതരാം ഗുഡ്വിൽ എന്റർടൈൻമെന്റിലോട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊരു നല്ല കാര്യം, അതായത് അവർക്ക് സന്തോഷം വരുന്നൊരു കാര്യം, പഠനഭാരം കുറച്ച്. അതായത് CBSE-കാർക്കാണ്, കേരളക്കല്ല, CBSE-കാർക്കാണ് അവരുടെ പഠനഭാരം കുറച്ചിട്ടുണ്ട്. 10-12 സിലബസ് 15% ചുരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15% എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഉണ്ടോ? ഉള്ളതായി. അതെ, CBSE വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി 10-12 ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെയും സിലബസ് 15% കുറയ്ക്കും. ഈ 2025 അധ്യയന വർഷം തന്നെ നടപ്പാക്കും. അപ്പൊ 2025 10-ലും 11-ലും 12-ലുമുള്ള CBSE വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലെയും 15% കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് 40% വർദ്ധിപ്പിക്കും. അമ്മേ, ഇന്റേണൽ അസസ്മെന്റ് എന്ത് ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. 40% ഇന്റേണൽ അസസ്മെന്റ് കിട്ടും. ഫൈനൽ എഴുത്തു പരീക്ഷയ്ക്ക് 60% മാർക്ക്. ഇംഗ്ലീഷ്, സാഹിത്യം, സോഷ്യൽ സയൻസ് തുടങ്ങിയ തിരഞ്ഞെടുത്ത വിഷയങ്ങൾക്ക് പുസ്തകം നോക്കി പരീക്ഷ എഴുതുന്ന ഓപ്പൺ ബുക്ക് എക്സാം നടപ്പിലാക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇംഗ്ലീഷ്, സാഹിത്യവും സോഷ്യൽ സയൻസിനും തുടങ്ങിയ തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പൺ ബുക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പോർഷൻസ് എവിടെയാണെന്ന്, അതായത് ഉത്തരങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് നോക്കി എഴുതാം. പക്ഷെ അത് എളുപ്പമാണോ എന്ന് പറയാനും പറ്റില്ലേ. പ്രോജക്റ്റ് അസൈൻമെന്റ്, പീരിയോഡിക് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന ഇന്റേണൽ അസസ്മെന്റിനാണ് കൂടുതൽ ഊന്നൽ. നിലവിൽ 10ാം ക്ലാസ്സിൽ 20%, 12-ൽ 30%മാണ് ഇന്റേണൽ മാർക്ക്. ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ കാണാതെ പഠിക്കുന്നതിന്റെ ഓർമ്മശക്തി പരിശോധിക്കുന്ന പരീക്ഷാ രീതിയാണ് മാറുന്നത്. ഓർമ്മശക്തിയെ മാത്രം ആശ്രയിക്കാതെ വിശകലനം, വ്യാഖ്യാനം, പ്രായോഗിക ജ്ഞാനം എന്നിവയിൽ കുട്ടികളുടെ ശേഷി വിലയിരുത്താം. ഇപ്പം നമ്മൾ സാധാരണ കാണാതെ പഠിക്കുക, ചിലർ കാണാപാഠം പഠിച്ചാണ് പോണത്, ചിലരത് മനസ്സിലാക്കി പഠിച്ചാണ് പോകുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ കാണാപാഠം പഠിച്ചാണ് പോണത്. ചില കാര്യങ്ങൾ മാത്രം, അതായത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റ് മാത്രം മനസ്സിലാക്കി പഠിച്ചിട്ട് എഴുതും. അല്ലാത്ത സബ്ജക്റ്റ് എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത് അത് ഒരു സെന്റൻസ് തെറ്റിയാൽ ഇരുന്ന് ആലോചിക്കും. സെന്റൻസ് അല്ല, ഒരു ലെറ്റർ തെറ്റിയാൽ എന്നായിരുന്നു ഒരു വാക്ക്, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അതുകൊണ്ട് കോപ്പി അടിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റി വിശകലനം, വ്യാഖ്യാനം, പ്രായോഗിക ജ്ഞാനം എന്നിവയിൽ കുട്ടികളുടെ ശേഷി വിലയിരുത്താനും കൂടി ഉള്ളതാണ് ഈ രീതി. CBSE-കാർക്ക് മാത്രമേ ഉള്ളൂ. അതെ, CBSE-കാർക്ക് മാത്രമേ ഉള്ളൂ. അത് മോശമായിപ്പോയില്ലേ. പിന്നെ വരുന്ന പരിഷ്കാരങ്ങൾ, പ്രായോഗിക ജ്ഞാനം. 2025 ഏകദേശം 50 ചോദ്യങ്ങളും പ്രായോഗിക അറിവും നൈപുണ്യ വിദ്യാഭ്യാസവും
നൈപുണ്യ വിദ്യാഭ്യാസവും അടിസ്ഥാനമാക്കി തിയറി പഠനത്തേക്കാൾ അറിവുകൾ പ്രയോഗിക്കാനുള്ള ശേഷി നിർണ്ണയിക്കുന്നതിന് മുൻതൂക്കം. വിഷയങ്ങൾ മനഃപ്പാഠമാക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരം വിമർശനാത്മക ചിന്തയും പ്രശ്നപരിഹാര കഴിവുകളും പരിപോഷിപ്പിക്കും. അത് നല്ലതാണ് അല്ലേ? വിഷയങ്ങൾ മനഃപ്പാഠമാക്കി എടുപ്പിക്കാതെ വിമർശനാത്മക ചിന്ത, അതായത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം കിട്ടുന്നത് നല്ലത്. പിന്നെ പ്രശ്നപരിഹാര കഴിവുകൾ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഡിജിറ്റൽ മൂല്യനിർണ്ണയം. തെറ്റുകൾ ഒഴിവാക്കി മൂല്യനിർണ്ണയം സുതാര്യമാക്കാനും ഗ്രേഡിംഗ് കൃത്യമാക്കാനും തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ ഉത്തരക്കടലാസിന്റെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തും. ഡിജിറ്റൽ മൂല്യനിർണ്ണയം ഉണ്ട് കേട്ടോ. 2 ബോർഡ് പരീക്ഷകൾ. 2025 10-12 ക്ലാസ്സുകളിൽ ഒറ്റ ടൈം പരീക്ഷ നിലനിർത്തും. 2025-26 മുതൽ 2 ബോർഡ് പരീക്ഷകൾ. ഒറ്റ ബോർഡ് പരീക്ഷയുടെ സമ്മർദ്ദം ഒഴിവാക്കാം. പഠനം കൂടുതൽ കാര്യക്ഷമമാകും. മാർക്കും പ്രകടനവും മെച്ചപ്പെടുത്താൻ കൂടുതൽ അവസരങ്ങൾ. വർഷം മുഴുവൻ പഠന പുരോഗതി അറിയാം എന്നീ പരിഷ്കാരങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 10-12 സിലബസിലെ കുട്ടികളുടെ 15% വിഷയങ്ങളിൽ ചുരുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ്. അതെ, എങ്ങനെയായിരിക്കും. അപ്പോൾ ജസ്റ്റ് പരീക്ഷണമാണ്. അപ്പം നമുക്കറിയാമേ സക്സസ് ആകുമോ എന്ന് ഉള്ള കാര്യം. പിന്നെ ഓപ്പൺ ബുക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, എവിടെയാണ് ഇന്ന ക്വസ്റ്റ്യൻ ഏത് പോർഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് 1 അവർ ഉള്ളെങ്കിൽ ആ 1 അവറിൽ ഇതിരുന്ന് തപ്പിക്കൊണ്ടിരിക്കാനുള്ള നേരമേ കാണത്തുള്ളൂ ചിലർക്ക്. അപ്പം നമ്മൾ കറക്റ്റ് ഇപ്പം എവിടെയാണോ ആ ചാപ്റ്റർ, ആ ചോദ്യം ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഏത് പേജിൽ അല്ലെങ്കിൽ എവിടെ ആയിരിക്കുമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ടപ്പേന്ന് എഴുതി പോവാം. അപ്പം നിങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഞങ്ങളൊന്നും പഠിച്ച സമയത്തൊന്നും ഇല്ലായിരുന്നു ഓപ്പൺ ബുക്കൊന്നും. ഞാൻ ഡിഗ്രി പഠിച്ചപ്പോഴും ഓപ്പൺ ബുക്ക് ഇല്ലായിരുന്നു, PG പഠിച്ചപ്പോഴും ഓപ്പൺ ബുക്ക് ഇല്ലായിരുന്നു. PG ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം ഡിഗ്രിക്കാർക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും 4 വർഷത്തേക്ക് 4 വർഷത്തേക്ക് 3 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. 4 വർഷമൊക്കെ ഡിഗ്രി പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ ആണല്ലേ. അല്ല, ടഫാണെങ്കിൽ നമുക്ക് എൻജോയ്മെന്റ് കിട്ടുമല്ലോ, അതുപോലെ. 4 വർഷത്തെ എൻജോയ്മെന്റ് ഒന്നും ആലോചിച്ചു. 3 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല. എനിക്ക് ഡിഗ്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അഖിലേക്ക് ഡിഗ്രി ഇഷ്ടമല്ല. എനിക്ക് ഡിഗ്രി ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. ഓക്കെ, സരിൻ ഊതിക്കാച്ചിയ പൊന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ EP ജയരാജന്റെ ആത്മകഥ. ഞാനും മരിയായിരുന്നു. ആത്മകഥയുടെ കഥയിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമ്മുടെ സർക്കാരിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും അതിനെക്കുറിച്ച്. ഇരുട്ടി വെളുക്കും മുമ്പ് മറുകണ്ഠം ചാടിയ ആൾ എന്ന പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ ആത്മകഥയിൽ വിശേഷിപ്പിച്ചെന്ന് ആക്ഷേപമുയർത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം EP ജയരാജൻ മറുകണ്ഠം ചാടി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സരിനെ വാനോളം പുകഴ്ത്തിയായിരുന്നു തെറ്റുതിരുത്തൽ. ഉത്തമനായ ചെറുപ്പക്കാരൻ, ജനസേവനത്തിന്റെ മാതൃക, പാലക്കാടിന്റെ മഹാഭാഗ്യം തുടങ്ങി ഊതിക്കാച്ചിയ പൊന്ന് എന്നുവരെ വിശേഷണം നീണ്ടു. അതായത് ഇപ്പം നമ്മുടെ EPയെ സംസ്ഥാന കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കാനൊക്കെയുള്ള തീരുമാനമാണ്. കാരണം അദ്ദേഹം പറയുന്നത് അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം മിനിഞ്ഞാന്നത് പബ്ലിഷ് ചെയ്യാനിരുന്നതാണ് ആ ബുക്ക്. അപ്പോൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ഏൽപ്പിച്ചിരുന്നത് പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ലീക്കായി. അതിലാണ് പറഞ്ഞത് നമ്മുടെ പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെ അതിനകത്ത് വിമർശിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര വിവാദമൊക്കെ ഉണ്ട്. കാരണം ഈ വോട്ടിൻ്റെയൊക്കെ ഇത് വന്നപ്പോൾ അത് വിവാദമായതാണ്. അപ്പോൾ ഈ വിവാദങ്ങളുടെ പാർട്ടിയെ ഇങ്ങനെ നിരന്തരം വെട്ടിലാക്കുന്ന EP ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സൂചനകൾ. അതുപോലെ തന്നെ മാർച്ചിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഏപ്രിലിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആത്മകഥ വിവാദവുമായി ബന്ധപ്പെട്ട് EPയോട് വിശദീകരണം തേടും. EPയും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ആത്മകഥയിൽ ഇതിനകം പുറത്തു വന്ന വിവരങ്ങൾ താൻ എഴുതിയതല്ലെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിന് കേസ് കൊടുക്കുന്നു, അതായത് അന്വേഷണം വേണമെന്നും ഒക്കെ EP ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആത്മകഥ വിവാദം സംബന്ധിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് കോട്ടയം
എസ് പി എ ഷാഹുലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം DGP നിയോഗിച്ചു. ജയരാജിന്റെയും DC ബുക്സ് അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും. ജയരാജനും DC ബുക്സുമായി ഉണ്ടായ കരാറും പരിശോധിക്കും. അപ്പൊ DC ബുക്സിനോടും മാപ്പ് പറയണമെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ വാദത്തിൽ കഴമ്പുകളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. അതായത് ആത്മകഥ പൂർത്തിയാക്കി പാർട്ടിയുടെ സമ്മതത്തോടെ പുറത്തിറക്കുമെന്ന EP-യുടെ വാദത്തിൽ കഴമ്പില്ലെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പുറത്തു വന്നതിലൂടെ EP ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നാണ്. അതായത് തനിക്ക് പറയാനുള്ളതെല്ലാമാണ്, അതായത് നമ്മളുടെ ആത്മകഥ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളതിൽ എഴുതുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പം തനിക്ക് പറയാനുള്ളതും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അത് ലക്ഷ്യം കണ്ടു എന്നാണ് വിമർശനം. താൻ എഴുതാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ DC ബുക്സിനെതിരെ DGPക്ക് പരാതി നൽകിയെങ്കിലും ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ അവരെ തന്നെ ഏൽപ്പിക്കുമോ എന്ന കാര്യത്തിൽ EP വ്യക്തമായ മറുപടി നൽകി. അപ്പം ഇവര് ഇങ്ങനെ ഗൂഢാലോചനയുടെ പുറത്ത് ഇത് പുറത്തിറക്കിയെന്നൊക്കെ പറഞ്ഞ് DC ബുക്സിനെതിരെ അദ്ദേഹം കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ DC ബുക്സിന് തന്നെ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുമെന്നും ഉള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നല്ലാതെ DC ബുക്സിനെതിരെ ക്രിമിനൽ കേസ്, അതായത് ഈ ഗൂഢാലോചനയൊന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യമൊന്നും EP പരാതിയിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും EP-യുടെ ആത്മകഥ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മള് മാധവക്കുട്ടിയുടെ ഒക്കെ ആത്മകഥയാണെങ്കിൽ നമ്മൾ പറയും മാധവക്കുട്ടിയുടെ ഒക്കെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ, നല്ലതാണ്, നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെയാണ് നമ്മൾ പറയാ. ഇത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. എന്തായാലും EP-യുടെ ആത്മകഥ എല്ലാരും വായിക്കണം കേട്ടോ. അതെ അതെ. അടുത്ത എന്നാ അടുത്ത വാർത്ത എന്താ? കോട്ടയം വള്ളംകളി നാളെ. കോട്ടയത്തിന് വള്ളംകളിയൊക്കെയാണോ? ഉണ്ട്. അതെങ്ങനെയാ? താഴ്ത്തങ്ങാടി ആറ്റിൽ 123 കോട്ടയം താഴ്ത്തങ്ങാടി ആറ്റിൽ 123 കോട്ടയം മത്സര വള്ളംകളി നാളെ. 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും. നാളെ 2-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. വള്ളംകളിയാണ്. ആദ്യമായിട്ട് കേൾക്കുക കോട്ടയത്ത് വള്ളംകളി. ചെറുവള്ളങ്ങളുടെ ആണോ? എന്തായാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. പത്തനംതിട്ടയ്ക്ക് വള്ളംകളി ഉള്ളത് എല്ലാരും കേൾക്കുന്നതാണ്. പക്ഷെ കോട്ടയത്തിന് വള്ളംകളി ഞാൻ ആദ്യമായിട്ട്. കോട്ടയത്തിന് വള്ളംകളി വെച്ചാ ഞാൻ കേട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ അമ്മ അഖിലെന്നെ ഇപ്പൊ തല്ലു. എല്ലാരും ആഘോഷിക്കട്ടെ. അതെ, ഓക്കെ. അപ്പോ കോട്ടയത്തിന്റെ വള്ളംകളി നാളെയാണ്. 9 ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് അല്ലേ? കാരിച്ചാല്, വീയപുരം, നടുഭാഗം, നിരണം, തലവടി, പായിപ്പാട്, ചമ്പക്കുളം, മേൽപ്പാടം, ആയാമ്പറമ്പ്, വലിയ ദിവാഞ്ചി. അതെ. അപ്പൊ അങ്ങനെ 9 ചുണ്ടൻ വള്ളങ്ങളുടെ ബോട്ട് റേസ് ആണ് നാളെ. ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും. താഴത്തങ്ങാടി ആറ്റില് 120 കോട്ടയം മത്സരവള്ളം 123 കോട്ടയം മത്സരമാണ്. അപ്പോ നാളെയാണത്. എന്താണ് താഴത്തങ്ങാടി വള്ളംകളി? അതെ, ഓക്കെ. എല്ലാരും പോയി കാണും. അതെ, വള്ളംകളി കാണാത്തവരൊക്കെ പോയി കാണാൻ. അതെ. ആരെയാ ഉദ്ദേശിച്ചേ? ആരെയും ഉദ്ദേശിച്ചില്ല. അല്ല, ഇപ്പം നിങ്ങളുടെ പത്തനംതിട്ട വന്ന് എല്ലാവർക്കും കാണാത്തവരും ഉണ്ടല്ലോ. ആര് പറഞ്ഞു? അത് അകലെയായിരിക്കും. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കാണാത്ത മനുഷ്യരുണ്ടാവില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യരുണ്ട്, കാണാത്തവരും ഉണ്ട്. അല്ല, ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് അഖിലയുടെ തെറ്റാണ്. കാരണം ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. കൂടി പോയൊരു 3 മണി. ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നമുക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി കാണും. പക്ഷെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടില്ലേ? പറയാൻ പറ്റിയില്ലേ? ഇപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞില്ലേ? ഇനിയിപ്പോ പറയാലോ കോട്ടയത്തിന് വള്ളംകളി ഉണ്ടെന്ന്. ഓക്കെ, അതും 123 കേട്ടോ. ഓ കേട്ടോ. ശരി. ഓക്കെ.
നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? പോലോ. അമിത ജോലി, തരം താഴ്ത്തൽ, വൃത്തത്തിൽ VE-മാർ. എന്താ അല്ലേ? തദ്ദേശ വകുപ്പ് സംയോജനത്തിന് പിന്നാലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തിക ഇല്ലാതാക്കിയതിനു പുറമെ സർവീസിലുള്ളവരെ തരം താഴ്ത്തിയെന്ന് ആരോപിച്ച് ജീവനക്കാരിൽ അമർഷം പുകയുന്നു. അവധിയെടുത്തും സഹകരിച്ചും പ്രതിഷേധം കടുപ്പിക്കുകയാണ് 1000-ലധികം VEOമാർ. പ്രശ്നം ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്ത് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ധർണ നടത്തി. ഇത് തുടർന്നാൽ കേന്ദ്ര പദ്ധതികളുടെ നിർവഹണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും. അതായത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കീഴിൽ പ്രവർത്തിച്ച VEOമാരെ, അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കീഴിലേക്ക് മാറ്റിയതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ VEOമാർ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ഹാജര് രേഖപ്പെടുത്തി അവിടെ നിന്ന് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങി ബ്ലോക്കിൽ നൽകിയാലേ ശമ്പളം അനുവദിക്കൂ എന്ന ഉത്തരവാണ് VEOമാരെ പ്രകോപിപ്പിച്ചത്. അതായത് ഇവരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കീഴിലേക്ക് മാറ്റി, അതൊരു കാരണം. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ ചെന്ന് ഹാജര് രേഖപ്പെടുത്തി അവിടെ നിന്നും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് ശമ്പളം നൽകൂ എന്ന് ഉത്തരവ് വന്നു. ആ ഉത്തരവിന്റെ ഇതിലാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നാലെ പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ ഓഫീസുള്ള VEOമാർ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് ഉത്തരവ് മയപ്പെടുത്തിയെങ്കിലും അമിത ജോലി അടിച്ചേൽപ്പിച്ചും ഒഴിവുള്ള VEOമാർക്ക് പകരക്കാരെ നിയമിക്കാതെ ഈ ജോലിയും തൊട്ടടുത്ത VEO നിർവഹിക്കേണ്ട സ്ഥിതിയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പിന്നാലെ ഇത് പഞ്ചായത്ത് ഓഫീസ് വളപ്പിലുള്ള ഓഫീസുള്ള VEOമാർ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതുകൂടാതെ അമിതമായ ജോലി, അതായത് വർക്കിംഗ് അവേഴ്സിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടിച്ചേൽപ്പിച്ചു. ഒഴിവുള്ള VEOമാർക്ക് പകരക്കാരെ നിയമിക്കാതെ, അപ്പം ഒഴിവുള്ളിടത്ത് പകരം ആളെയാണല്ലോ എടുക്കേണ്ടത്. അങ്ങനെ പകരം ആളെ എടുക്കാതെ അവരുടെ ജോലി കൂടി ഈ VEOമാര് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവർക്ക് ഇത് സഹിക്കുക. അതായത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതിനു ശേഷം വർക്ക് ചെയ്യുന്നത് ചിലരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആയിരിക്കില്ല, ചിലർ മെന്റലി ഓക്കെ ആയിരിക്കില്ല. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഈയിടെ പല ഇതുമായിട്ടല്ല, അല്ലാണ്ടും വേറെ ജോലി സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ പല കുഴഞ്ഞു വീണ് മരിച്ചതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറെ ഓഫീസുകളിലുണ്ട്. വകുപ്പ് സംയോജനത്തിലൂടെ LD ക്ലർക്കുമാർക്ക് VEOമാരാകാം. ശമ്പളം LD ക്ലർക്കിൻ്റെതാണെങ്കിലും ജോലി പഞ്ചായത്ത് സെക്രട്ടറിയേക്കാൾ കൂടുതലായതിനാൽ ഈ ചുമതലയിലേക്ക് എത്താൻ LD ക്ലർക്കുമാർക്ക് തയ്യാറായിട്ടില്ല. അപ്പം അമിത ജോലിയും ചെയ്യിപ്പിക്കും, ശമ്പളം വാങ്ങണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഈ VEOമാരിങ്ങനെ പ്രതിഷേധിക്കുന്നത്. ഈ അമിത ജോലി മാത്രമല്ല, അവരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഒരാൾ ഫിസിക്കലി ഹേർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് മെന്റലി ഹേർട്ട് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഫിസിക്കലി ഉള്ള ഡാമേജ് നമുക്ക് മാറിക്കിട്ടും. പക്ഷെ മെന്റലി ഉള്ള ആ ഒരു പ്രശ്നം നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ഒരു 1 ഡേ മതിയായിരിക്കും. പക്ഷെ ചിലരെ സംബന്ധിച്ച് 1 ഡേ ഓർ 2 ഡേയ്സ്, ചിലപ്പോൾ 1 വീക്ക് ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മളെ വിഷമിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ മെന്റലി നമ്മൾ ടോർച്ചർ ചെയ്യുമ്പം നമുക്കത് ചിലർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ അഖിലേക്ക് ഒരു 10 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് 10 hours കൂടുതൽ പറ്റില്ലായിരിക്കാം. അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പം ഇവർ ആ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നതും പോരാ, ഒഴിവുള്ള ആൾക്കാരുടെ ഡ്യൂട്ടി കൂടി അവർ ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ ആ വർക്കിംഗ് അവേഴ്സിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ല ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ശുഭാപ്തി വിശ്വസ്തയോടെ പരീക്ഷ എഴുതാമെന്നാണ്. അതായത് SSLC+2 പരീക്ഷ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു SSLC+2 പരീക്ഷ, അതായത്
മാർച്ച് 3 മുതൽ സംസ്ഥാനത്തെ SSLC +2 സ്റ്റേറ്റ് ബോർഡ് പരീക്ഷകൾ ആരംഭിക്കുകയാണെന്ന്. നമ്മളത് സന്തോഷം ഒക്കെ, അതായത് നമ്മൾ അന്ന് ആ വാർത്ത ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, എന്താ കുട്ടികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, SSLC പരീക്ഷ 3 ആരംഭിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്ന കമന്റ് ആയിരുന്നു, ഇതെങ്ങനെയാണ് സന്തോഷ വാർത്തയാവുന്നത്, സങ്കട വാർത്തയല്ലേ, ഇത് കേട്ടിട്ട് പേടിയാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും കടന്നു പോകും. അതെ. ഇപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയേ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത്, അല്ലേ? 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും പാസ്സായാൽ എല്ലാരും കേട്ടും അടുത്തൊരു കാര്യം. പിന്നെ നമ്മൾ വിചാരിക്കും, 10ലൂടെ ഇത് കേട്ടാ മതിയല്ലോ. അല്ല, +2 ചെല്ലുമ്പോഴും സെയിം ഡയലോഗ് പറയും, +2 ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയല്ല, ഡിഗ്രിക്കും ഇത് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്, PGക്കും ഇത് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇതെല്ലാം തരണം ചെയ്ത് പോകും. അപ്പം ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഇപ്പോഴേ തയ്യാറാകണം. അതായത് മാതൃകാ ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ചിലപ്പം ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് SSLC പരീക്ഷ, നമുക്ക് പുതിയ ചോദ്യത്തെ നമുക്ക് നേരിൽ ഒരു അങ്ങനെ ചെയ്യാം. പിന്നെ പാഠഭാഗങ്ങൾ, സിലബസിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കണം. അപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പം സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ, ചിലരുണ്ട് സിലബസിൽ ഇല്ലാത്തതും ഉള്ളതും എല്ലാം പഠിക്കും. അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. അതായത് സിലബസിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം, അതായത് സിലബസിനനുസരിച്ച് മാത്രം പാഠങ്ങൾ പഠിക്കുക. പിന്നെ ചെയ്ത് പഠിക്കാവുന്ന വിഷയങ്ങൾ എഴുതി പഠിക്കണം. അതായത് നമ്മൾ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ മെമ്മറി നിൽക്കുന്നത് നമ്മൾ എഴുതി പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുമെന്ന് പറയും. അതുപോലെ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്ന് പഠിച്ചാൽ മെമ്മറിയിൽ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ പഠിച്ചാൽ, വെളുപ്പിനൊക്കെ ഇരുന്ന് പഠിച്ചാൽ, ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കണം. അപ്പോൾ ആരും കാണത്തില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഞാനങ്ങനെ പഠിച്ചിട്ടില്ല 10ാം ക്ലാസ് +2 ഡിഗ്രി ഒന്നും, പക്ഷെ ഞാൻ PG അങ്ങനെ പഠിച്ചായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി 3 മണിക്ക് എഴുന്നേക്കും. ഞങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 5 മണി വരെ ഇരുന്ന് പഠിക്കും. അപ്പോൾ ആ സമയത്ത് ബാക്കി എല്ലാവരും ഉറക്കമായിരിക്കും. ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് പഠിക്കും. എന്നിട്ട് 5 മണിയാകുമ്പോൾ ഞങ്ങൾ രണ്ടും കയറി കിടന്നിട്ട് 7 മണിക്ക് ഇരുന്നേക്കും. അപ്പം ഞങ്ങൾ ആ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പിള്ളേരിന്ന് പഠിക്കുകയായിരിക്കും. അപ്പം നമുക്കത് മെമ്മറിയിൽ നിൽക്കും. പിന്നെ പഠിക്കുമ്പോൾ ഓരോ മണിക്കൂറിന് ശേഷം 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. അതായത് കണ്ടിന്യൂസ് ഇങ്ങനെ പഠിക്കാതെ, നമ്മളൊരു 1 അവർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് നമ്മുടെ ബ്രെയിൻ മടുക്കും. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുക. പിന്നെ ഇടയ്ക്ക് പത്രം വായിക്കാനും TV കാണാനും കുറഞ്ഞ സമയം ചിലവഴിക്കുക. അപ്പം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് പത്രം വായിക്കുക, ഒന്ന് TV കാണുക, വേണമെങ്കിൽ ഒന്ന് മൊബൈലിൽ നോക്കുക. ഓക്കെ. പരീക്ഷാ ഹാളിൽ അരമണിക്കൂർ മുമ്പെങ്കിലും എത്തണം. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് സുഹൃത്തുക്കളുമായിട്ട് പാഠഭാഗ ചർച്ച ഒഴിവാക്കണം. നമ്മുടെ പ്രധാന പ്രശ്നം അതാണ്. കൂട്ടുകാരിത്തി അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, എടി നീ ഇത് പഠിച്ചോ, എടി അതെന്താ ഇതെന്താ, അങ്ങനെയുള്ള കുറേ ടോക്ക് നമ്മൾ നടത്തും. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാൽ മേ ബി ഓർത്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പരീക്ഷാ ഹാളിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കണം എന്നൊക്കെയാണ്, അത് നമ്മൾ പറയാൻ കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഭക്ഷണം നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതായത് പഠിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിക്കുകയേ ചെയ്യണ്ട. നമ്മൾ ഫുഡ് കഴിക്കണം. ചില കുട്ടികളുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരാളുണ്ട്, ഇങ്ങനെ പരീക്ഷ വന്നാൽ പിന്നെ പേടിയാ, ഭക്ഷണം കഴിക്കത്തില്ല. ചിലർക്ക് പരീക്ഷാ പേടിയുണ്ട്. പരീക്ഷയാണെന്ന് കേൾക്കുമ്പോഴേ പനി വരും, അല്ലേ? ചിലർക്ക് പരീക്ഷാ പേടിയുണ്ട്. അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കണം. തണുത്ത ഭക്ഷ്യവസ്തുക്കൾ, ഐസ്ക്രീം, ശീതീകരിച്ച ജ്യൂസ്, കാർബണേറ്റ് ലായനികൾ എന്നിവയെല്ലാം ഉപേക്ഷിക്കണം. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഫ്രഷ് ജ്യൂസ്, സാലഡുകൾ എന്നിവ കഴിക്കണം. കൂടുതൽ മാംസാഹാരം കഴിക്കരുത്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മാംസാഹാരം കൂടുതൽ കഴിക്കരുത്. പ്രഭാത ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കണം. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തേ ഇല്ലായിരുന്നു. രാവിലെ 10 മിനിറ്റ് യോഗയോ വ്യായാമമോ ചെയ്യണം. അത് ഞാൻ ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളെങ്കിലും അത് ചെയ്യണം കേട്ടോ. രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ അകാരണമായി പരീക്ഷയെക്കുറിച്ച് വ്യാകുലപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇത് രക്ഷിതാക്കളോടുള്ളതാണ്. കുട്ടികളോട് പരീക്ഷ പഠിക്കെന്ന് പറയരുത്.
പരീക്ഷാ കാലയളവിൽ അതിഥികളെ പരമാവധി ഒഴിവാക്കണം. ഉറക്കെയുള്ള രാഷ്ട്രീയ ടെലിവിഷൻ ചർച്ചകൾ ഒഴിവാക്കാനും രക്ഷിതാക്കൾ ശ്രമിക്കണം. അതായത് ഈ പരീക്ഷാ ടൈമിൽ നിങ്ങൾ TV ഒന്നും കാണണ്ട. കുട്ടികളില്ലാത്ത ടൈമിൽ TV കാണാം. അപ്പം നമ്മൾ TV വെക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി TVയിലോട്ട് പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈജി ഇല്ലേ, മൈജി ഒരു ബോധവൽക്കരണവുമായിട്ട് വന്നേക്കുക. അപ്പോൾ അത് ആർക്കാന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഓ അത് ശരി. കുട്ടികളുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ. അടിപൊളി. അവര് വിൽക്കുന്നത് മൊബൈല്, ലാപ്ടോപ്പ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ്. അതെ അതെ. കുട്ടികളുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി മൈജി. കുട്ടികൾക്ക് ഫോൺ വേണ്ട എന്ന ക്യാമ്പയിൻ ശിശുദിനത്തോടനുബന്ധിച്ച് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നടന്നു. അമിത ഫോൺ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്തമായ പ്രചാരണത്തിന് തുടക്കമിട്ടതെന്ന് മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി അറിയിച്ചു. അപ്പോൾ കുട്ടികളിലെ അമിത ഫോൺ ഉപയോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ആണ് മൈജി വെച്ചിരിക്കുന്നത്. ഇന്നലെ ചിൽഡ്രൻസ് ഡേ ആയിരുന്നല്ലോ, അതിന്റെ ബേസിൽ നടത്തി. ശരിയാണ്, നമ്മുടെ ഫോൺ വേണ്ട, കുട്ടികൾക്ക് ഫോണിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് യൂട്യൂബ് എവിടെയാണ്, ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ അമ്മമാരൊക്കെ ഫോൺ കൊടുത്താണ്, ഫോണ് കാണിക്കാൻ കൊടുത്തിട്ട് ചോറ് കൊടുക്കും. അവര് കാർട്ടൂൺ കണ്ടിരുന്നാലേ ചോറ് കഴിക്കത്തുള്ളൂ. അതെ. എന്നാ പിന്നെ ടിവിയിൽ കാർട്ടൂൺ ഉണ്ടല്ലോ, കൊച്ചു TV ഉണ്ടല്ലോ, ചിൻഡു TV ഉണ്ട്, അങ്ങനെ എത്ര TV ഉണ്ട്. പോക്കോ. അതെ, പോക്കോ, അങ്ങനെ എത്ര കാർട്ടൂൺ TVകളുണ്ട്. അതൊക്കെ കണ്ടാ പോരെ, ഫോണില് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും. നമ്മളൊക്കെ TV ഒക്കെ കണ്ട്, കൊച്ചു TV ഒക്കെ കണ്ട്. അതെ അതെ. ഞാൻ കൊച്ചു TV കണ്ടല്ല ചോറുണ്ട് കേട്ടോ. അത് ഞാൻ കൊച്ചു TV ഒക്കെ കണ്ട ചോറുണ്ട്. ഇപ്പൊ പ്രായമായപ്പോ കൊച്ചു TV കാണാറുണ്ട്. നീ പ്രായമായപ്പോഴായിരിക്കും ചിലപ്പോ കൊച്ചു TV വന്നത്, അതായിരിക്കും നീ അങ്ങനെ കാണാൻ. ഞാൻ പ്രായമായപ്പോഴാ കൊച്ചു TV വന്നത്. അതിന്റെ ആട്ടോ. ഞാൻ പിന്നെ കൊച്ചായിരിക്കുമ്പോ കൊച്ചു TV വരുമോ? ഞാൻ കൊച്ചായിരുന്നപ്പോ കൊച്ചു TV വന്നായിരുന്നു. എത്ര വയസ്സില്? ഒരു 4-5. 4-5 4-5 പഠിക്കുമ്പോ ഞാൻ 4-5 പഠിക്കുമ്പോ ഒന്നും കൊച്ചു TV ഇല്ല. അതാ ഞാൻ പറഞ്ഞേ. ഞാനൊരു 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 10ഓ 9ഓ 8ലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് കൊച്ചു TV. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റാ, ഞാൻ 4-5. ആ സമയത്ത് ഞാൻ കൊച്ചു TV കാണുമായിരുന്നു. അതെ, കൊച്ചു TV ഞാൻ കാണുമായിരുന്നു. ഇപ്പോഴും ഞാൻ കാണും കേട്ടോ. വീട്ടിൽ ചെന്ന കൊച്ചു TV ഉണ്ടെങ്കിൽ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോൺ കുട്ടികൾ ഇത്ര ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ വീട്ടില് എന്റെ കുഞ്ഞമ്മയുടെ ഒരു മോളുണ്ടായി. ഒരു 1.5 വയസ്സായി. പുള്ളിക്കാരത്തേക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇവരിതാ കൊടുക്കുന്നത്, ഫോണിങ്ങനെ വെച്ച് കൊടുക്കും, എന്നിട്ട് വായിൽ വെച്ച് കൊടുക്കും. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ അത് വെക്കുന്നത് മറ്റേ ഇതാ മഞ്ചാടി ഇല്ലേ, മഞ്ചാടി, കാത്തു, ആര് പറഞ്ഞു, ആ കാർട്ടൂണാണ് വെച്ച് കൊടുക്കുന്നത്. പുള്ളിക്കാരി അത് കണ്ടിട്ട് നിന്നുണ്ട്. എനിക്ക് ആ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ്. കാത്തു ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും കാണണം കാത്തു കേട്ടോ. മഞ്ചാടി അല്ല, മഞ്ചാടി എന്ന് പറഞ്ഞാണ് അത് വരുന്നത്. അത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അതായത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. സാധാരണ നമ്മൾ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വെക്കുന്നതിന് പോലീസ് പിഴയിടുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ചിലരുണ്ടല്ലോ വണ്ടിയുടെ ടയറൊക്കെ കുത്തിപ്പൊട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്ത രീതിയാണ്. അതായത് പണി തരാൻ ഒരു കൂട്ടർ കാത്തിരിപ്പുണ്ട്. വേറെ ആരുമല്ല, അണ്ണാനും എലിയും വണ്ടും. നിരത്തുകളിൽ മാത്രമല്ല, വാഹനം പാർക്ക് ചെയ്യുന്നിടത്തും അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എലിയും അണ്ണാനും വണ്ടും വരെ വില്ലനായേക്കാം. വാഹനങ്ങളിൽ ചെറുജീവികൾ വരുത്തുന്ന കേടുപാടുകൾ അപകടങ്ങൾക്കും തകരാറുകൾക്കും കാരണമാകും. ബ്രേക്ക് തകരാർ മുതൽ തീപിടുത്തം വരെ ഉണ്ടാക്കുക. അപ്പൊ ഇവര് ചെയ്യുന്ന ഈ കുസൃതിയിൽ എന്താണ്, ബ്രേക്ക് തകരാറ്, തീപിടുത്തം എന്നിവ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇവരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ കേബിളുകൾ കടിച്ചു മുറിക്കുക, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ നശിപ്പിക്കുക, ഇന്ധന പൈപ്പിൽ തുളയിടുക എന്നിവയാണ് ഈ ചെറിയ ജീവികൾ ചെയ്യുന്നത്. ചെറിയ ജീവികളാണെങ്കിലും അവർ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന പൈപ്പിലെ റബ്ബർ ഭാഗം വണ്ടുകൾ തുളയ്ക്കും. വണ്ടുകളുടെ പ്രധാന പരിപാടി അതാണ്. ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന പൈപ്പിലെ റബ്ബർ ഭാഗം തുളയ്ക്കുക. ഇതിലൂടെ ഇന്ധനം ചോരുകയും തുടർന്ന് വാഹനം സ്റ്റാർട്ടാക്കുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഇന്ധനം എന്തായാലും ചോരും. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കുമ്പോഴത്തേന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
എഥനോൾ ചേർത്ത പെട്രോൾ വണ്ടിനെ ആകർഷിക്കുമെന്ന് കളമശ്ശേരി ITയിലെ ഓട്ടോമൊബൈൽ വിഭാഗത്തിന്റെ പഠനത്തിൽ കണ്ടെത്തി. അപ്പം എഥനോൾ അടങ്ങിയിട്ടുള്ള ഈ പെട്രോൾ വണ്ടിനെ ആകർഷിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കളമശ്ശേരി IITയിലെ ഓട്ടോമൊബൈൽ വിഭാഗത്തിന്റെ പഠനത്തിൽ കണ്ടെത്തിയത്. മലയോരം, തോട്ടങ്ങൾ, കൃഷി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് വണ്ടുകളുടെ ആക്രമണം കൂടുതൽ. ഓൺലൈനിൽ എലികളെ അകറ്റുന്ന യന്ത്രങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയവ ലഭ്യമാണെങ്കിലും ഇവയിൽ പലതും തട്ടിപ്പാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. അത് ശരിയാ. ഞങ്ങൾ ഒരു ദിവസം ഈ എലിക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഇത് കൊടുത്തു. എലി വന്ന് തിന്ന് കൂട്ടിനകത്ത് എന്താണ് അതിന് പറയുന്നത്, എലിപ്പെട്ടിക്കകത്ത് വെച്ചു. ആള് വന്ന് തിന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആള് ചാവുന്നില്ല. അമ്മാതിരി സാധനം വരുന്നത്. അത് എഫക്റ്റ് ഇല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പം ഇടയ്ക്കിടെ വാഹനങ്ങൾ പരിശോധിക്കുക. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, റീൽസിനകത്തൊക്കെ കണ്ടിട്ടില്ലേ ഈ വണ്ടിയുടെ ചില ബോണറ്റിലൊക്കെ പാമ്പിരിക്കുന്നത്, അതുപോലെയുള്ള. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടി പരിശോധിക്കുക, എങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പം ഇതിനെടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, വീട്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്നിടം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാടും പടലും മാലിന്യവും ഉള്ളിടത്ത് പാർക്ക് ചെയ്യരുത്. വാഹനത്തിലെ ഭക്ഷണവും അവശിഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത വാഹനം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വാഹനത്തിലെ ദ്വാരങ്ങൾ, വിടവുകൾ എന്നിവ പരിശോധിക്കുക. അപ്പം ഇനി അഥവാ വണ്ടുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അണ്ണാന്മാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുരുമുളക് സ്പ്രേ, കീടനാശിനികൾ തളിക്കുക. കുരുമുളക് സ്പ്രേയും കീടനാശിനിയും ഒക്കെ തളിക്കുക. പിന്നെ എലി, അണ്ണാൻ എന്നിവയ്ക്ക് കയറാവുന്ന ഭാഗങ്ങൾ വല കൊണ്ട് അടയ്ക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ, തടയാനുള്ള മാർഗങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പണി തരുന്ന കൂട്ടരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നമ്മള് സീപ്ലെയിന്റെ കാര്യം 2-3 ദിവസമായിട്ട് പറഞ്ഞായിരുന്നു. അതെ അതെ. അപ്പോൾ സീപ്ലെയിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിച്ച് ശാസ്ത്ര സമൂഹം എത്തിയിരിക്കുകയാണിപ്പോൾ. മത്സ്യബന്ധന സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിച്ച് സംസ്ഥാനത്ത് സീപ്ലെയിൻ പദ്ധതി പ്രവർത്തനമാക്കാമെന്ന അഭിപ്രായവുമായി ശാസ്ത്ര സമൂഹം. മത്സ്യലഭ്യത കുറഞ്ഞ പ്രദേശങ്ങൾ കണ്ടെത്തി പദ്ധതി കൊണ്ടുവന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടില്ല. സീപ്ലെയിൻ സീപ്ലെയിൻ കായലിലോ കടലിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറക്കുന്നതുകൊണ്ട് ഗൗരവമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. മീനുകളുടെ പ്രജനനം തടസ്സപ്പെടുമെന്നും ആവാസ വ്യവസ്ഥ തകരുമെന്നുമുള്ള വാദങ്ങൾക്കും അടിത്തറയില്ലെന്നും ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ ഈ വക പ്രശ്നങ്ങൾ, അതായത് കായലിലോ കടലിലോ ഇറക്കുമ്പോൾ മീനുകളുടെ പ്രജനനത്തിന് പ്രശ്നമുണ്ടാകും എന്നുള്ള രീതിയിൽ കുറെ വാദങ്ങൾ വന്നിരുന്നു. അപ്പൊ ശാസ്ത്രജ്ഞർ പറയുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കടലിലൊക്കെ കപ്പലൊക്കെ പോകുന്നില്ലേ, പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം മത്സ്യലഭ്യത ഏറെയുള്ള സ്ഥലത്ത് വാട്ടർ ഡ്രോം ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ, നല്ല കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെ നല്ലതെന്ന് പറയാൻ കുറെ ആൾക്കാർ ഉണ്ടാവും, കുറ്റപ്പെടുത്താനായിട്ട് കുറെ അധികം ആൾക്കാരുണ്ടാവും. അങ്ങനെ കുറെ ആൾക്കാരാണ്. കൂടാതെ അതേസമയം പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ കക്കവാരൽ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. കക്കവാരൽ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു ആനകൾക്ക് അതൊരു പ്രശ്നമാകുമെന്ന്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഇത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. എന്തായാലും നല്ലൊരു പദ്ധതിയാണിത്, അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും എല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത്. അതെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞര് പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ സീപ്ലെയിൻ നമുക്ക് കൊണ്ടുവന്നത്. നമുക്കൊരു ദിവസം പോകണം തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്പോർട്സിലേക്ക് പോയായിരുന്നു. ജയിച്ചാൽ പരമ്പര, തോറ്റാൽ സമനില. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അവസാന 2020 മത്സരം ഇന്നാണ്. ഓക്കെ, മൂന്നാം 2020 വിജയം നൽകിയ ആത്മവിശ്വാസത്തോടെ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ അവസാന മത്സരത്തിന് ഇറങ്ങുന്നു. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 61 റൺസിന് ജയിച്ചിരുന്നു.
രണ്ടാം മത്സരത്തിൽ ആതിഥേയർ 3 വിക്കറ്റിന് ജയിച്ചു. മൂന്നാം മത്സരത്തിൽ കഴിഞ്ഞ ദിവസം 11 റൺസിനായിരുന്നു ഇന്ത്യ വിജയം. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം, തോറ്റാൽ പരമ്പര സമനിലയാകും. അപ്പോൾ ഇന്നത്തെ കളിയിൽ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാകും, അല്ലെങ്കിൽ സമനിലയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അവസാന T20 മത്സരം ഇന്നാണ്. സെഞ്ചുറി നേടിയത് തിലക് വർമ്മയുടെ 56 പന്തുകളിൽ 107 റൺസ്. അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയുടെയും മികവിലാണ് മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചത്. മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചത് സെഞ്ചുറി നേടിയ തിലക് വർമ്മയുടെയും അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയുടെയും മികവിലാണ്. സെഞ്ചുറിയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എടുത്തു. പൊരുതി നോക്കിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പക്ഷേ 208-7 എന്ന സ്കോറിലെ എത്താനായുള്ളൂ. അർഷദീപ് 4 ഓവറിൽ 37 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി. ഓക്കെ, അപ്പം ഇനി തിരിച്ചുവരവിന് സഞ്ജു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും 0-ന് പുറത്തായിരുന്നു. ജോഹന്നാസ് ബർഗിൽ സഞ്ജുവിന്റെ തിരിച്ചുവരവിന് കാതോർക്കുകയാണ് ആരാധകർ. അപ്പം 2020-ൽ സഞ്ജുവിനെ രണ്ടാം പന്തിൽ ബൗൾഡ് ആക്കുകയായിരുന്നു. ഈ കലണ്ടർ വർഷം 5ാം തവണയാണ് സഞ്ജു 2020-ൽ ഡക്കാവുന്നത്. അപ്പം സഞ്ജു തിരിച്ചു വരാനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. അപ്പം ഇന്നാണ് തിലക് വർമ്മ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഫസ്റ്റ് ദൗഡ പൊസിഷനിലേക്ക് അയച്ച ക്യാപ്റ്റന് 1000 നന്ദി. എനിക്ക് ഈ പൊസിഷനിൽ ബാറ്റ് ചെയ്യാനാണ് ഇഷ്ടമെന്ന് തിലക് വർമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പരയാണ് കിട്ടുന്നത്, തോറ്റാൽ സമനിലയുമായിരിക്കും. ഓക്കെ. പോലീസ് മീറ്റ് കേരളം രണ്ടാമത്. ദേശീയ പോലീസ് അത്ലറ്റിക് മീറ്റിൽ 2 റെക്കോർഡുകളടക്കം 18 മെഡലുകളുടെ കേരള പോലീസ് ടീം 2ാം സ്ഥാനക്കാരായി. ഉത്തർപ്രദേശ് പോലീസിനാണ് 1ാം സ്ഥാനം. പുരുഷന്മാരുടെ 400 മീറ്റർ ഹഡിൽസിൽ കെ അർജുനും വനിതകളുടെ ഹൈജമ്പിൽ ആതിര സോമരാജുമാണ് മീറ്റ് റെക്കോർഡുകൾ നേടിയത്. 52.25 റെക്കോർഡിൽ ഫിനിഷ് ചെയ്താണ് അർജുൻ റെക്കോർഡിട്ടത്. 1.77 മീറ്റർ പ്രകടനത്തോടെയാണ് ആതിര സോമരാജ് മീറ്റ് റെക്കോർഡിട്ടത്. അപ്പോൾ 2ാം സ്ഥാനമാണ് കേരളത്തിന് പോലീസ് മീറ്റിൽ. പിന്നെ ഒരു കൗതുകം ഉണർത്തും നമുക്കൊരു ഇഷ്ടം തോന്നും. കാരണം ബാഡ്മിന്റൺ താരങ്ങൾക്ക് അവരുടെ ട്രെയിൻ മിസ്സായി. അത് മിസ്സായതല്ല, ടിക്കറ്റ് കൺഫേം ആയില്ല. 2 പേർക്ക് മാത്രമാണ് ടിക്കറ്റ് കൺഫേം ആയത്. പക്ഷേ അവരെ കറക്റ്റ് സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം വിമാനയാത്രയ്ക്കുള്ള ടിക്കറ്റാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആകാത്തതിനെ തുടർന്ന് യാത്ര മുടങ്ങിയ സംസ്ഥാന സ്കൂൾ ബാഡ്മിന്റൺ ടീമിന് വിമാനത്തിൽ ഭോപ്പാലിലേക്ക് പോകാനുള്ള സൗകര്യമൊരുക്കി വിദ്യാഭ്യാസ മന്ത്രി ഒഡേപെക്കിന് നൽകിയ നിർദ്ദേശപ്രകാരം 15 പേർക്ക് കൊച്ചിയിൽ നിന്നും 8 പേർക്ക് കോഴിക്കോട് നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തു. മുഴുവൻ തുകയും സർക്കാരാണ് വഹിക്കുന്നത്. 20 കുട്ടികൾ, 2 ടീം മാനേജർ, 1 കോച്ച് എന്നിവരാണ് പോകുന്നത്. ഇന്നലെ ഉച്ചയ്ക്കുള്ള മംഗള എക്സ്പ്രസിലാണ് ഇവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്തിരുന്നത്. 2 പേർക്ക് മാത്രമാണ് ബർത്ത് കൺഫേം ആയത്. ബാക്കിയുള്ളവരോട് ഈ ട്രെയിനിൽ പോകാനും കേരളം കഴിയുന്നതിനു മുമ്പ് ബർത്ത് ഉറപ്പിക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചെങ്കിലും രക്ഷകർത്താക്കൾ സമ്മതിച്ചില്ല. ട്രെയിൻ സമയത്തിന് പോയപ്പോൾ പെൺകുട്ടികൾ അടക്കമുള്ള താരങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തുടർന്നു. അപ്പം നവംബർ 17 നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് നാളെ ഇവർക്ക് ഭോപ്പാലിൽ റിപ്പോർട്ട് ചെയ്യണം. അതിന് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആകാഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ടിക്കറ്റ് കേരളം കഴിയുമ്പോഴത്തേനും നിങ്ങൾ ബർത്ത് ഉറപ്പിക്കാമെന്നത്, കേരളം കഴിയുമ്പോഴത്തേനും കൺഫേം ആക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ രക്ഷിതാക്കൾ സമ്മതിച്ചില്ല. ഇത്രയും ദൂരം പോകുമ്പോൾ നമ്മൾ എന്തായാലും നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബർത്ത് തന്നെ വേണം. അപ്പം വീട്ടുകാർ സമ്മതിച്ചില്ല. അതിൻ്റെ ബേസിൽ പിന്നെ പെൺകുട്ടികൾ ട്രെയിൻ പോയി ആ സമയത്തും അവരവിടെ നിന്നതുകൊണ്ട് മന്ത്രി ഇടപെട്ട് അവർക്ക് വിമാനയാത്ര ഒരുക്കി കൊടുത്തു. നവംബർ 17 നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ പോയേക്കുന്നത്, ബാഡ്മിന്റൺ മത്സരത്തിൽ. അപ്പൊ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സന്തോഷ് ട്രോഫി കേരള ടീം ഇന്ന്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിനുള്ള 22 അംഗ കേരള ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഒക്ടോബർ 20 മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സംസ്ഥാന ടീമിന്റെ പരിശീലന ക്യാമ്പ് നടന്നുവരുന്നുണ്ട്. 30 അംഗ സാധ്യതാ ടീമിൽ ഉൾപ്പെട്ടവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സൂപ്പർ ലീഗ് കേരളത്തിലെ താരങ്ങളും ക്യാമ്പിലുണ്ട്.
മുൻ താരങ്ങളായ KD ചാക്കോ, പ്രഹ്ലാദൻ, K അജയൻ എന്നിവരാണ് സെലക്ടർമാർ. ഓക്കെ, അപ്പോൾ സന്തോഷ് ട്രോഫി കേരള ടീം ഇന്ന് പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പം ഏകദേശം നമ്മൾ എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം നാളെ ഞങ്ങൾ വീണ്ടും പുതിയ വാർത്തകളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയുന്നു. ബൈ.